ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അനഘയുടെ ബന്ധു എന്ന് പറഞ്ഞ് മുത്തശ്ശനെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി എന്താ ഫോൺ കട്ടാക്കിയെന്ന്. അപ്പോൾ അനഘയുടെ ബന്ധു പറയുകയാണ് ആ കുട്ടിക്ക് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ കുട്ടിക്ക് കുഴപ്പമെന്ന്. അപ്പോൾ അനഘയുടെ ബന്ധു പറയുകയാണ് ആ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമർ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, സീരിയസ് ആണ് സാറ്, ഇതുവരെ എത്തണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. ആ സമയമാണ് ആദർശ് അങ്ങോട്ട് വരുന്നത് മുത്തശ്ശനെ കാണാൻ വേണ്ടി. ആദർശ് ടെൻഷൻ അടിച്ചാണ് വരുന്നത്. മുത്തശ്ശനെ തളർച്ചയോ വല്ലായിക ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വരുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് മുത്തശ്ശന് എന്തെങ്കിലും തളർച്ചയോ ക്ഷീണോ വല്ലതും ഉണ്ടോ എന്ന്. മുത്തശ്ശൻ ആ ഹോസ്പിറ്റലിലല്ലല്ലോ കാണിക്കാറുള്ളത്, പിന്നെ എന്താ ആ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അനഘയെന്ന് പറഞ്ഞ ഒരു കുട്ടിയെ കാണാൻ വേണ്ടിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് അനഘ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ മുത്തശ്ശൻ ചോദിക്കുകയാണ് നിനക്കറിയാമോ അനഘയെ. അപ്പോൾ ആദർശ് പറയുകയാണ് എനിക്കറിയത്തില്ല എന്ന്. എന്നിട്ട് മുത്തശ്ശനും ആദർശം കൂടി ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങുമ്പോൾ അബി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അബിയെ കാണുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ് നമ്മൾ അനഘയെന്ന് പറഞ്ഞ ഒരു കുട്ടിയെ ഹോസ്പിറ്റലിൽ കാണാൻ പോവുകയാണ്, അനഘയെന്ന് പറയുന്ന പെൺകുട്ടിയെ നിനക്ക് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അബി പറയാണ് എനിക്ക് ആ കുട്ടിയെ അറിയത്തൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അബി എന്തോ കള്ളത്തനെ ആദർശിൻ്റെ തലയിലിടാൻ വേണ്ടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കള്ളത്തനൊക്കെ മുഖത്ത് കാണിക്കുകയാണ് അബിയുടെ. അപ്പോൾ അബി ഒന്നും അറിഞ്ഞിടാത്തതുപോലെ മുത്തശ്ശൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയാണ്. പിന്നീട് അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോഴും മുത്തശ്ശൻ അനഘ വിളിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നു എനിക്ക് അനഘയെ അറിയത്തില്ല എന്ന്. അപ്പോൾ അബി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞത് കേട്ട് അതിൻ്റെ പിറകെ നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അതുപോലെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് അന്വേഷിക്കുക തന്നെ വേണമെന്ന്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് എനിക്കറിയണം, അല്ലെങ്കിൽ കെട്ടുകഥയാണെന്നും എനിക്കറിയണം. ഇതറിയുന്നത് വരെ ഞാനത് അന്വേഷിക്കുക തന്നെ ചെയ്യും, ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യുമെന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. അപ്പോൾ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനഘയെ അറിയത്തില്ല എന്ന്. ആദർശം പറയുന്നുണ്ടായിരുന്നു അനഘയെ അറിയത്തില്ല എന്ന്. പിന്നീട് അവർ 3 പേരും കൂടി ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്താണെങ്കിൽ അനഘയുടെ ബന്ധുക്കളെന്ന് വിളിച്ച ആൾക്കാർ മുത്തശ്ശനെ കാണുവാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. അത് യഥാർത്ഥത്തിൽ അബി വിളിച്ച് ഏർപ്പാട് ചെയ്ത ആൾക്കാരാണ്. അനഘയുടെ ബന്ധുക്കളെന്ന് കള്ളം പറഞ്ഞ ആൾക്കാർ ഐ സിയുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നേ. മുത്തശ്ശൻ ഐ സിയുടെ മുമ്പിൽ എത്തുമ്പോൾ ഡോക്ടർ ഐ സിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ മുത്തശ്ശൻ ഡോക്ടറുടെ അടുത്ത് ചോദിക്കുകയാണ് എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഡോക്ടർ മുത്തശ്ശൻ്റെ അടുത്ത് പറയുകയാണ് ഇപ്പോൾ കാണിക്കാതെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്തായാലും സാറ് പോയി കണ്ടോ എന്ന് പറയുകയാണേ കുട്ടിയെ. മുത്തശ്ശനാണെങ്കിൽ അനഘയെ കയറി കാണാൻ വേണ്ടി പോകുമ്പോൾ അബിക്ക് ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ഇനി മുത്തശ്ശൻ്റെ അടുത്ത് അനഘ സത്യങ്ങൾ വല്ലതും വിളിച്ച് പറയുമോ എന്ന്. അബിക്ക് നല്ല പേടിയുണ്ട്. അബിയാണെങ്കിൽ മനസ്സിൽ ഓർക്കുകയാണ് ഇനി മുത്തശ്ശൻ്റെ അടുത്ത് അവൾ വിളിച്ച് പറയുമോ, ഇനിയിപ്പോൾ അവൾ സത്യം വിളിച്ച് പറയുമ്പോൾ മുത്തശ്ശൻ എന്നെ വെറുക്കുമോ, മുത്തശ്ശൻ സത്യങ്ങളൊക്കെ അറിയുമോ എന്നുള്ള പേടിയിലാണ് അബി നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആദർശ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് എന്താടാ നിൻ്റെ മുഖത്ത് ഭയങ്കര ടെൻഷൻ, നിനക്ക് ഈ അനഘയെ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അബി പറയുകയാണ് എനിക്കൊന്നും ആ കുട്ടീനെ അറിയത്തില്ല എന്ന്. മുത്തശ്ശൻ ഐസിക്കകത്ത് അനഘയെ കയറി കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ അനഘയെ കയറി കാണുമ്പോൾ അനഘയുടെ അടുത്ത് പറയുകയാണ് കുട്ടി നേരത്തെ വിളിച്ചിട്ടുള്ള മൂർത്തി എന്ന് പറയുന്ന ആൾ ഞാനാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അനഘ പറയുകയാണ് സാറിനെ എനിക്ക് നല്ലതുപോലെ അറിയാമെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അനഘയാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ നേഴ്സിൻ്റെ അടുത്ത് കുറച്ച് സമയം പുറത്ത് നിൽക്കുമെന്ന് ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം മുത്തശ്ശനാണെങ്കിൽ ആ നേഴ്സ് പോയതിന് ശേഷം അനഘയുടെ അടുത്ത് ചോദിക്കുകയാണ് എനിക്ക് 3 കൊച്ചുമക്കളുണ്ട്, അതിലേത് കൊച്ചുമോനാണ് അനഘയുടെ അടുത്ത് ഈ തെറ്റ് ചെയ്തതെന്നിങ്ങനെ ചോദിക്കുകയാണ്. ആദർശ്, അബി, അനി എന്നിങ്ങനെ എനിക്ക് 3 കൊച്ചുമക്കളുണ്ട്, അതിലേത് കൊച്ചുമോനാണ് മോളടുത്ത് ഈ തെറ്റ് ചെയ്തതെന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പോൾ അനഘയാണെങ്കിൽ എന്നിങ്ങനെ പറയാൻ തുടങ്ങുന്നത് അനഘ മരിച്ചു പോവുകയാണ്. അപ്പോൾ അനഘ ആ പേര് മൊത്തത്തിൽ പറയുന്നില്ലേ, അതിനു മുമ്പ് അനഘ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴും മുത്തശ്ശനാണെങ്കിൽ പെട്ടെന്ന് നേഴ്സിനെ വിളിക്കുമായിരുന്നു. നേഴ്സ് വന്ന് നോക്കിയതിന് ശേഷം ഡോക്ടറെയും വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വരികയാണ്. വന്ന് നോക്കിയതിന് ശേഷം മുത്തശ്ശൻ്റെ അടുത്ത് പറയുകയാണ് ആ കുട്ടി വേദനകളില്ലാത്ത ലോകത്തേക്ക് പോയി എന്ന്. ശേഷം മുത്തശ്ശൻ ഐ സിയുടെ പുറത്തു നിന്ന് ഇറങ്ങുമ്പോഴാണെങ്കിൽ അബിയാണെങ്കിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അനഘ മുത്തശ്ശൻ്റെ അടുത്ത് അബിയുടെ പേര് വല്ലതും പറഞ്ഞോ എന്നുള്ള കാര്യത്തിൽ ടെൻഷൻ അടിച്ച് അബി നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ വന്നിട്ട് അതിനകത്ത് ഐ സിക്കകത്ത് നടന്ന കാര്യങ്ങളൊക്കെ ആദർശിൻ്റെ അടുത്ത് പറയുകയാണ്. എൻ്റെ അടുത്ത് ആ കുട്ടി പേര് പറയാൻ മുമ്പ് ആന്ന് വയ്ക്കുന്ന മുമ്പേ കുട്ടി മരിച്ചുപോയി എന്നിങ്ങനെ, കൊച്ചുമകളിൽ ഒരാളുടെ പേര് ആ കുട്ടിക്ക് ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പേ ആ കുട്ടി മരിച്ചുപോയി എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അബിക്ക് ആകെ സമാധാനമാവുകയാണ്. അനഘ അബിയുടെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ. അതിനുശേഷം അനഘയുടെ ബന്ധുക്കളെന്ന് അബി പറഞ്ഞു വെച്ചില്ലേ, അവർ രണ്ടുപേരും കൂടി മുത്തശ്ശൻ്റെ അടുത്ത് പറയുകയാണ് അനഘയ്ക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടി അനഘയുടെ വീട്ടിലാണ്, സാർ അങ്ങോട്ട് വരണം, ആ കുട്ടിയെ കാണണമെന്നൊക്കെ പറയുകയാണ്. ഉടനെ വിട്ടുകിട്ടും, ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാമെന്നിങ്ങനെ ആദർശിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ് നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞതാണോ മുത്തശ്ശ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ആ കുട്ടി എപ്പോഴായാലും മരിച്ചു
തിരിച്ചു പോകുമെന്ന് അറിയാമല്ലോ, പിന്നെ എന്തിനാ നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി അവൾ ഓരോന്നും വിളിച്ച് പറയേണ്ട ആവശ്യം. പഠിക്കാൻ പോകുന്ന ഒരു കുട്ടി ഒരിക്കലും ഇങ്ങനെ ഒരു കള്ളത്തരം പറയില്ല, അതിലെന്തെങ്കിലും സീരിയസ്നെസ് കാണും, അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടി പറഞ്ഞപ്പോൾ വിശ്വസിച്ചത് എന്ന്. ശേഷം വീണ്ടും അബിനോട് അനഘേനെ അറിയാമോ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പോൾ അബി പറയുകയാണ്, എനിക്ക് ആ കുട്ടിയെ അറിയത്തില്ല, ആ കുട്ടിയുടെ പേര് പോലും അനഘ എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നതെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ആദർശ് ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം, പിന്നെ തെറ്റ് ചെയ്യുന്നത് നീ മാത്രമാണ് എന്ന്. അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അബിയാണെങ്കിലും തറപ്പിച്ച് തന്നെ പറയുകയാണ്, എനിക്കറിയത്തില്ല എന്ന്. അതിനുശേഷം അനഘയുടെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അനഘയുടെ കുട്ടിയാണെങ്കിൽ ബോഡിയുടെ അരികിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മയെ എഴുന്നേൽക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പം ആദർശ് വീണ്ടും അബിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തുറന്ന് പറഞ്ഞോ എന്ന്. അപ്പോഴും അബി പറയുന്നു, അനഘേനെ എനിക്കറിയില്ല, ഈ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നിട്ട് ആദർശാണെങ്കിൽ അബിയുടെ അടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുകയാണ്. ഈ ആദർശും മുത്തശ്ശനും എല്ലാം അനഘയുടെ വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോഴാണെങ്കിൽ മുത്തശ്ശനെ വിളിച്ചിട്ടുള്ള അനഘയുടെ ബന്ധു എന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നേ. അത് യഥാർത്ഥത്തിൽ അബിയുടെ ആൾക്കാർ തന്നെയാണ്. എന്നിട്ട് മുത്തശ്ശനാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, എൻ്റെ 3 കൊച്ചുമക്കളിൽ ആരാണ് ആ തെറ്റ് ചെയ്തതെന്ന് അറിയാമോ എന്ന് അവരുടെ അടുത്ത് ചോദിക്കുകയാണ്. അവർ പറയുകയാണ്, അനഘയ്ക്കാണെങ്കിൽ സാറിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, എന്തായാലും സാറ് അനഘയുടെ ബോഡിയൊക്കെ ഒന്ന് കണ്ടിട്ട് പുറത്തിറങ്ങി വാന്ന് പറയുകയാണ്. അപ്പോഴവർ മുത്തശ്ശനെ അകത്തേക്ക് ബോഡി കാണാൻ വേണ്ടി പറഞ്ഞേക്കുകയാണ്. എന്നിട്ടും അബിയാണെങ്കിൽ അവരുടെ അടുത്ത് എന്തോ രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ആംഗ്യത്തിൽ. എന്നിട്ട് എല്ലാം സെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ ചന്തുമോളാണെങ്കിൽ അനഘയുടെ അടുത്തിരുന്ന് കരയുകയാണ്. അബിയാണെങ്കിൽ ചുറ്റുമാണ് ഒന്ന് നോക്കുന്നത്. ആദർശിൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഭിത്തിയിലും ടേബിളിലും ഒക്കെ ആദർശിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അനഘ ആദർശും കൂടി ചേർന്നുള്ള ഫോട്ടോകൾ. ആദർശ് മുത്തശ്ശനൊന്നും ഇത് കാണുന്നില്ലായിരുന്നു, അബി ഒപ്പിച്ച പരിപാടിയാണ്, അതുകൊണ്ടാണ് ആദർശ് ആ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. ആദർശിനെയും അനഘയും ചേർത്തുള്ള ഫോട്ടോ ഉണ്ടാക്കിയത് അബി തന്നെയാണ്. പിന്നീട് അബി ഓർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അനഘം അബിയെ കണ്ടതിന് ശേഷം ചന്തുമോൾക്ക് പാവയായിട്ടൊക്കെ വന്നല്ലോ. ചന്തുമോൾ ചോദിക്കുകയാണ്, അച്ഛൻ വന്നില്ലേ എന്ന്. അപ്പോൾ മോളെ അച്ഛൻ കാണാൻ വരും, ഇന്നെന്തായാലും വന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നും മോളെ സമാധാനപ്പെടുത്തി അവിടെ ഇരുത്തിയതിന് ശേഷമാണ് അനഘ വന്ന് ഫോണെടുത്ത് മുത്തശ്ശനെ വിളിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. മുത്തശ്ശനെ വിളിച്ച് അനഘ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ കൊച്ചുമക്കളിൽ ആരാണ് നിൻ്റെ അടുത്ത് ഈ തെറ്റ് ചെയ്തതെന്ന്. അനഘ ആളിനെ പറയാൻ തുടങ്ങുന്ന സമയത്താണ് മുത്തശ്ശനെ അനഘയുടെ ബന്ധു എന്ന് വിളിച്ചില്ലേ ആളാണെങ്കിൽ അനഘയുടെ വായ വന്ന് പുറകിൽ നിന്ന് പൊത്തുന്നുണ്ടായിരുന്നേ. അങ്ങനെയാണ് അനഘയ്ക്ക് ആ കാര്യങ്ങൾ പറയാൻ പറ്റാതിരുന്ന അനഘയുടെ ബന്ധു എന്ന് പറഞ്ഞ ആൾ വായനെ പൊത്തി പിടിക്കാൻ അധികം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.